ചോദിച്ചു കേട്ടില്ലേ? അത് ഞങ്ങളറിയാതെ പുതിയ കച്ചവടമൊക്കെ തുടങ്ങിയിരിക്കാനല്ലടാ. നീയാണോ ഇവരുടെ പുതിയ നേതാവ്? എത്ര നാളാണ് ഇത് തുടങ്ങിയിട്ട്? എത്ര കാശുണ്ടാക്കിയടാ? എന്താ വായന നാക്കില്ലേ? ആരൊക്കെടാ നിന്റെ ചിങ്കിടികള്? പറയടാ, പറയടാ, പറയാൻ പറയടാ പട്ടി. എടാ എന്താ ഊട്ടി കാട്ടിയത്? മനുഷ്യനെ മനസമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ലേ? അബ്ബാസ് അലിയോട് ആളെ അടിച്ചവങ്ങളെ യാരെയും ഇങ്ങനെ ഉയരോടെ വിട്ടതല്ലേ? അയാൾ അറിഞ്ഞാ പിന്നെ ഇവിടെ ചോര കളമായിരിക്കും. झगड़ा करने से पहले ये भी सोचना था कि दूसरों को भी तकलीफ होगी. അബ്ബാസ് ഇവിടെ വന്നിറങ്ങിയ നിങ്ങളെ മാത്രമല്ല ഞങ്ങളെ വെച്ചേക്കില്ല. എത്ര നാൾ അവന്മാരുടെ തല്ലുകൊണ്ട് ഇങ്ങനെ ജീവിക്കും? ഇത്രയും നാൾ ഞങ്ങൾ ഇങ്ങനെയല്ലേ ജീവിച്ചോണ്ടിരുന്നത്? മര്യാദയ്ക്ക് അവര് ചോദിക്കുന്നതും കൊടുത്തോണ്ടിരുന്നാലേ ഒരു കുഴപ്പം ഉണ്ടാവില്ല. കഷ്ടപ്പെടാൻ നമ്മൾ ബോസിന് സൂക്കി അവന്മാരോ അല്ലേ? നീ മിണ്ടി പോവരുത്. എല്ലാത്തിന്റെയും ശവം ഉടനെ കാണാം. ആരുടെയും ശവം ആരും കാണാൻ പോകുന്നില്ല. അബ്ബാസ് അലി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് പോയി അയാളെ കണ്ടോളാം. കൊന്നാലും തിന്നാലും എന്നെയല്ലേ ആവുള്ളൂ. ആയിക്കോട്ടെ, തെറ്റ് ചെയ്തത് ഞാനല്ലേ, ശിക്ഷ ഞാൻ മാത്രമായിട്ട് അനുഭവിച്ചോളാം. अब्बास अली का खून हुआ है, वो भी सोच समझ के किया हुआ है. गणपति के पूजा की वजह से ना किसी ने कुछ सुना ना कुछ देखा, लेकिन मुझे यकीन है कि दुश्मन उसी इलाके का है. तुम लोग जाओ, उस इलाके के लोगों को इतना घबराओ, इतना डराओ. ये सब खेल ही डर का है. उन लोगों को तब तक मारो जब तक वो बताते नहीं कि अब्बास अली का खून किसने किया है. അബ്ബാസ് അലിയെ കൊന്നവർ ആരാണെന്ന് ഈ തെരുവിലുള്ളവർക്കറിയാം. പറഞ്ഞില്ലെങ്കിൽ അത് പറയിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. ഞാൻ തല്ലിപ്പൊളിക്കും. പറയില്ലേ? പറയടി കളവി. മര്യാദക്ക് പറഞ്ഞല്ലേ? എനിക്ക് അറിഞ്ഞൂടാ സാബ്. നിങ്ങൾക്കറിയാം, ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. പറഞ്ഞില്ലെങ്കിൽ സ്വന്തം മകളെ തുണിയിലായി നാട്ടുകാർ മുഴുവൻ കാണും. സത്യമായിട്ട് ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ. അഴിക്കണം. അയ്യോ
मत लगाओ, मुझे किसी की मदद नहीं चाहिए. ഇവിടുത്തെ ഒരു പെണ്ണിനെ നിന്റെ എല്ലാം മുമ്പിലിട്ട് ഉടുതുണി വലിച്ചൂരിയപ്പോ സഹായിക്കാൻ ആരെയും കണ്ടില്ലല്ലോ. ഇത്ര നേരം എന്നെ ഇവിടിട്ട് പട്ടിയെ പോലെ തല്ലിയപ്പോഴും എല്ലാവരും നോക്കിയിരുന്നു. അവന്മാർ എന്നെ കൊന്നിരുന്നെങ്കിൽ എന്റെ ശവം ഇവിടെ കിടന്ന് പുഴുത്തു നാറിയാ പോലും ഒരുത്തരം തിരിഞ്ഞു നോക്കില്ല എന്ന് എനിക്കറിയാം. കാരണം എന്നും ഇവനെയൊക്കെ പേടിച്ച് ഇവന്റെയൊക്കെ വാലാട്ടി പട്ടികളായി കഴിയാനേ നിനക്കൊക്കെ വിധിയുള്ളൂ. എല്ലാ പ്രതീക്ഷകളും നശിച്ച് ആകെയുള്ള സ്വന്തം ദേഹം വരെ വിറ്റ് ജീവിക്കുന്ന ഇവിടുത്തെ ദാസി പെണ്ണുങ്ങളുടെ സമ്പാദ്യം വരെ പിടിച്ചു പറിക്കുന്ന യുവന്മാർക്കെതിരെ 10 പേര് ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ഗുണ്ടായുസം എന്ന് പറയുന്ന ഈ തെണ്ടിത്തര ഇവിടെ നടക്കില്ലായിരുന്നു. ജാതിയുടെ മതത്തിന്റെ പേരിൽ കൊലയും നടത്താനല്ല പട്ടികളെ അയക്കാൻ വേണ്ടത്. രാപ്പകൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മുതൽ പിടിച്ചു പറിക്കുന്നതിന്റെയും നടു റോഡിൽ അമ്മയും പെങ്ങളെ കയറി പിടിക്കുന്നതിന്റെ കഴുത്ത് വെട്ടാനാ. ശരം नहीं आती कुत्तों को, जाओ जाकर तुम बरसा लो. ஏண்டா இந்த ஸ்ட்ரீட்டுக்கு நீ தான் தாத்தாவா? சார் बोल, अब्बास अली का खून तूने क्या लिखेगा कि नहीं? बोल बोल. அப்பாஸ் அலியை கொன்னது நீதான் எழுதி கொடுறா. വേണ്ട, കിടന്നോളൂ. നേരത്തെ വന്നപ്പോ ആള് നല്ല മയക്കത്തിലായിരുന്നു. ഞാനിവിടെ മരിച്ചുപോയെന്ന് കരുതി ഈ തെരുവിൽ കൊണ്ടിട്ടതാണ്. ലോക്കപ്പിൽ മരിച്ചാൽ അവർക്കല്ലേ കഷ്ടം. നിങ്ങൾ അമർ സാബിന്റെ ആളുകളെയാണ് നോവിച്ചു വിട്ടത്. പോലീസും അവരുടെ ഭാഗത്താവും. ഈ മുറിവും ചതവും ഗുണ്ടകളുമായി വഴക്കിട്ടുണ്ടായതാണെന്ന് അവർ ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്തത്. സത്യം അതല്ലല്ലോ. പേടിക്കണ്ട, ആളിവിടെ ഉണ്ടെന്ന് ആർക്കും അറിയില്ല. ആരും സംശയിക്കുകയില്ല. ഞാനൊന്ന് പുറത്തിറങ്ങി. ബുദ്ധിമോശം ഒന്നും കാണിക്കരുത്. അസുഖം മാറിയാൽ ഇവിടുന്ന് പോകാം. അതുവരെ ഞാൻ അനുവദിക്കില്ല.